ബ്രാവോസിലെ ഇടുങ്ങിയ കടലിടുക്കുകൾക്ക് മുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ആ ഭീമാകാരമായ ടൈറ്റൻ പ്രതിമയുടെ കാലുകൾക്കിടയിലൂടെ സ്റ്റാനിസ് ബരാത്യനിന്റെ കപ്പൽ മെല്ലെ നീങ്ങി. അധികാരത്തിന്റെ ചിഹ്നങ്ങൾ പേറുന്ന ആ കപ്പൽ തിരമാലകളെ കീറിമുറിച്ചു മുന്നോട്ടു പോകുമ്പോൾ സ്റ്റാനിസിന്റെ മുഖത്ത് അക്ഷമയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. കൂടെയുള്ള ഡാവോസ് സീവേർത്തിന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു ചെറിയ തിരുനാളം മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ബ്രാവോസിലെ അയറൺ ബാങ്കിന്റെ അതിവിശാലമായ എന്നാൽ തണുത്തുറഞ്ഞ ചേംബറിനുള്ളിൽ സമയം നിശ്ചലമായതുപോലെ തോന്നി. തടിയിൽ തീർത്ത ഭീമൻ മേശയ്ക്കപ്പുറം ശൂന്യമായ കസേരകൾ മാത്രം. സ്റ്റാനിസ് അസ്വസ്ഥനായി അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. ഓരോ ചുവടുവയ്പിലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ അമർഷം പ്രകടമായിരുന്നു. സ്റ്റാനിസ് രോഷത്തോടെ തിരിഞ്ഞുനോക്കി. നമ്മളിവിടെ വന്നിട്ട് ഉച്ച മുതൽ കാത്തിരിക്കുകയാണ്. ഡാവോസ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കിഴക്കൻ ദേശക്കാർക്ക് സമയത്തെക്കുറിച്ച് നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ ഞാനിവിടെ ബ്രാവോസിൽ സല്ലാധോർ സാനിനെ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ സംഭാഷണം മുഴുമിപ്പിക്കും മുൻപേ ആ വലിയ വാതിലുകൾ തുറക്കപ്പെട്ടു. ടൈക്കോ നെസ്റ്റോറിസിന്റെ നേതൃത്വത്തിൽ അയറൺ ബാങ്കിലെ ഉദ്യോഗസ്ഥർ അകത്തേക്ക് കടന്നുവന്നു. അവരുടെ മുഖത്ത് വികാരങ്ങളുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. കണക്കുകൾ മാത്രം നോക്കി ശീലിച്ച കണ്ണുകൾ. അയൺ ബാങ്കിലേക്ക് സ്വാഗതം. ദയവായി ഇരിക്കൂ, ടൈക്കോ നിർവികാരനായി പറഞ്ഞു. സ്റ്റാനിസ് ഒന്ന് ആലോചിച്ച ശേഷം ഇരുന്നു. ഞങ്ങൾക്ക് അങ്ങേക്കായി എന്തു ചെയ്യാൻ സാധിക്കും, ലോർഡ് സ്റ്റാനിസ്? ടൈക്കോ ചോദിച്ചു. ഉടൻ തന്നെ ഡാവോസ് സ്റ്റാനിസിനെ പരിചയപ്പെടുത്തി. ഇത് ഹൌസ് ബറാത്തിയനിലെ സ്റ്റാനിസ്, കിങ് ഓഫ് ദി ആൻഡൽസ് ആൻഡ് ദ ഫസ്റ്റ് മെൻ, ലോർഡ് ഓഫ് ദ 7 കിങ്ഡംസ് ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് ദ റെൽം. പക്ഷേ ടൈക്കോയുടെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അയാൾ ഡാവോസിനോടിരിക്കാൻ ആംഗ്യം കാണിച്ചു. തുടർന്ന് വളരെ ശാന്തനായി എന്നാൽ മൂർച്ചയുള്ള വാക്കുകളിൽ പറഞ്ഞു. നിലവിൽ അയൺ ത്രോണിലിരിക്കുന്നത് ഹൌസ് ബറാത്തിയനിലെ ടോമനാണ്, കിങ് ഓഫ് ദി ആൻഡൽസ് ആൻഡ് ദ ഫസ്റ്റ് മെൻ, ലോർഡ് ഓഫ് ദ 7 കിങ്ഡംസ് ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് ദ റെൽം. സ്റ്റാനിസിന്റെ കോപം അണപൊട്ടി. അവന് എന്റെ രക്തവുമായി യാതൊരു ബന്ധവുമില്ല. അവൻ പരസ്പര രക്തബന്ധത്തിൽ ജനിച്ച ഒരു ജാരസന്തതിയാണ്, ബാസ്റ്റേർഡ്. അവനു മുൻപ് അവന്റെ സഹോദരനും അങ്ങനെ തന്നെയായിരുന്നു. അതെ, ഞങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ട്, ടൈക്കോ പുച്ഛത്തോടെ പ്രതികരിച്ചു. ഇതൊരു കഥയല്ല, ഇതാണ് സത്യം, സ്റ്റാനിസ് ഉറപ്പിച്ചു പറഞ്ഞു. ടൈക്കോ മുന്നോട്ടു ആഞ്ഞു. രാജാവിന്റെ മുത്തച്ഛൻ മറ്റൊരു കഥയാണ് പറയുന്നത്. യഥാർത്ഥ രാജാവിൽ നിന്ന് സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന അസൂയയുള്ള ഒരു അമ്മാവനെക്കുറിച്ചുള്ള കഥ. ആ ശ്രമം 7 കിങ്ഡംസിന് രക്തവും സ്വർണവും നഷ്ടപ്പെടുത്തി. നിങ്ങൾ അവന് കടം കൊടുത്ത സ്വർണം, സ്റ്റാനിസ് തിരിച്ചടിച്ചു. അങ്ങയുടെ രക്തം ഞങ്ങളുടെ സ്വർണത്തിന്മേൽ അങ്ങേക്ക് അവകാശം നൽകുന്നുവെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ടൈക്കോ ചോദിച്ചു. ജീവിച്ചിരിക്കുന്ന മറ്റേതൊരു മനുഷ്യനേക്കാളും, സ്റ്റാനിസ് മറുപടി നൽകി. അങ്ങയോട് കൂറുള്ള എത്ര പോരാളികൾ ബാക്കിയുണ്ട്? സ്റ്റാനിസ് മടിയോടെ പറഞ്ഞു. 4000. അങ്ങേക്ക് എത്ര കപ്പലുകളുണ്ട്? ഇപ്പോഴും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവ, സർ ഡേവോസ് അല്ലാതെ ബ്ലാക്ക് വാട്ടർ ബേയുടെ അടിത്തട്ടിലുള്ളവയല്ല. ടൈക്കോ പരിഹാസരൂപേണ ഡേവോസിനെ നോക്കി ചോദിച്ചു. 32, ഡാവോസ് മറുപടി നൽകി. ഡ്രാഗൺ സ്റ്റോണിൽ ഗോതമ്പും ബാർലിയും ബീഫും പന്നിയിറച്ചിയും എത്രത്തോളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ 32 കപ്പലുകളിലെ 4000 സൈനികരെ പോറ്റാൻ? ഒന്നുമില്ല, സ്റ്റാനിസ് സത്യം പറഞ്ഞു. ഞങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഈ സംഖ്യകൾ ഒരു ശുഭപര്യവസാനത്തിലേക്കല്ല വിരൽ ചൂണ്ടുന്നത് എന്ന് അങ്ങേക്ക് മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് അങ്ങയുടെ അപേക്ഷ ഞങ്ങൾ ബഹുമാനപൂർവ്വം നിരസിക്കുന്നു. എങ്കിലും അങ്ങയുടെ സന്ദർശനത്തിന് നന്ദി. നിരാശയും അപമാനവും കൊണ്ട് സ്റ്റാനിസ് എഴുന്നേറ്റു. ഡാവോസും എഴുന്നേറ്റു. ഡാവോസിന്റെ മുഖത്ത് ഒരു നിഗൂഢമായ ചിരി വിരിഞ്ഞു. അയാൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മോഷണം നടത്തിയിട്ടില്ല. അത് കടൽക്കൊള്ളക്കാരായിരുന്നു. അവർ മോഷ്ടിച്ചത് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക മാത്രമാണ് ഞാൻ ചെയ്തത്. വിരലുകൾ മുറിച്ചുമാറ്റിയ ആ കൈ അയാൾ ഉയർത്തിക്കാണിച്ചു. മുറിപ്പാടുകൾ ഇപ്പോഴും വ്യക്തമായിരുന്നു. എന്റെ കുറ്റകൃത്യങ്ങൾക്ക് കിങ് സ്റ്റാനിസ് ആവശ്യപ്പെട്ട വിലയാണിത്. ഇതൊരു സത്യസന്ധമായ കണക്ക് തീർക്കലായി ഞാൻ കാണുന്നു. അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. വെസ്റ്ററോസിൽ നിങ്ങൾ മുടക്കിയ പണം തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരവും അദ്ദേഹമാണ്. അത് വലിയൊരു തുകയാണെന്ന് എനിക്കറിയാം. യുദ്ധങ്ങൾ ചിലവേറിയതാണ്, ഡാവോസ് ആവേശത്തോടെ പറഞ്ഞു. യുദ്ധം കഴിഞ്ഞു, ടൈക്കോ തറപ്പിച്ചു പറഞ്ഞു. സ്റ്റാനിസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം യുദ്ധം അവസാനിക്കില്ല, ഡേവോസ് മുന്നോട്ട് നീങ്ങി. ഡാവോസ് ചോദിച്ചു. പ്രായപൂർത്തിയാകാത്ത, പരസ്പര രക്തബന്ധത്തിൽ ജനിച്ച ഒരു പയ്യനോ, അതോ സ്വന്തം ജനത വെറുക്കുന്ന സെർസി ലാനിസ്റ്റർ എന്ന രാജ്ഞിയോ? സംരക്ഷിക്കാൻ സത്യപ്രതിജ്ഞ ചെയ്ത രാജാവിനെ കൊന്ന ജെയ്മെ ലാനിസ്റ്ററോ? ടൈവിൻ ഇല്ലാതായാൽ പിന്നെ നിങ്ങൾ ആരെ പിന്തുണയ്ക്കും? ഡാവോസിന്റെ വാക്കുകൾ ആ മുറിയിൽ മുഴങ്ങി. വെസ്റ്ററോസിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേയൊരു നേതാവ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, സ്റ്റാനിസ്. അദ്ദേഹത്തിന് ജന്മാവകാശമുണ്ട്. അദ്ദേഹം തന്റെ പ്രതാപകാലത്താണ്. യുദ്ധം ചെയ്ത് തെളിയിക്കപ്പെട്ട ഒരു കമാൻഡറാണ് അദ്ദേഹം. കടം തിരിച്ചു നൽകുന്നതിനെക്കുറിച്ച് അദ്ദേഹം വെറുതെ സംസാരിക്കുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. തെളിവായി തന്റെ മുറിഞ്ഞ കൈവിരലുകൾ ഡാവോസ് ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടി. ആ നിമിഷം ടൈക്കോയുടെ കണ്ണുകളിൽ ഒരു മാറ്റം പ്രകടമായി. ബ്രാവോസിലെ ആഡംബരപൂർണമായ ഒരു ബാത്ത് ഹൌസിലേക്ക് ദൃശ്യം മാറുന്നു.
സല്ലാധോർ സാൻ ചൂടുവെള്ളത്തിൽ മുങ്ങിയിരിക്കുകയായിരുന്നു. ഇരുവശത്തുമായി 2 സുന്ദരികൾ. ആ സമയത്താണ് ഡാവോസ് അവിടേക്ക് കടന്നുവന്നത്. ഡാവോസ് സല്ലാധോറിന് അരികിലായിരുന്നു. സല്ലാധോറിന്റെ മുഖം ഗൗരവത്തിലായി. ഡാവോസ്, നീ ഡ്രാഗൺ സ്റ്റോണിലെ ഇരുട്ടറയിൽ കിടന്ന് ചീഞ്ഞഴുകുകയാണെന്നാണ് ഞാൻ കേട്ടത്. പകുതിയേ അഴുകിയുള്ളൂ, ഡാവോസ് മറുപടി നൽകി. ഇരുവരും കൈകൾ കോർത്തു ചിരിച്ചു. ഡാവോസ് തടസ്സപ്പെടുത്തി, എനിക്ക് സമയമില്ല. നമ്മൾ സൂര്യോദയത്തിന് കപ്പൽ കയറും. നമ്മളോ? സല്ലാധോർ അത്ഭുതപ്പെട്ടു. നീയും ഞാനും? നമ്മൾ, ഡാവോസ് പറഞ്ഞു. സല്ലാധോർ നിരാശയോടെ തലയാട്ടി. ഒരിക്കൽ ഈ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ കരുതി. ഇപ്പോൾ എനിക്കറിയാം അവൻ എന്നെ വെറുക്കുന്നുവെന്ന്. ഏതെങ്കിലും തണുത്തുറഞ്ഞ സ്ഥലത്ത് ഞാൻ ദരിദ്രനായി ഒറ്റയ്ക്ക് മരിക്കുന്നത് കാണാൻ അവൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് ഡാവോസ് കനത്ത ഒരു പണക്കിഴി താഴേക്കിട്ടു. സല്ലാധോർ അത് തുറന്ന് നാണയങ്ങൾ എണ്ണാൻ തുടങ്ങി. സ്വർണത്തിന്റെ തിളക്കം അയാളുടെ കണ്ണുകളിൽ പ്രതിഫലിച്ചു. നീ ഒറ്റയ്ക്കായിരിക്കില്ല. നീ ദരിദ്രനുമായിരിക്കില്ല, ഡാവോസ് ഉറപ്പു നൽകി. സല്ലാധോർ നെടുവീർപ്പിട്ടു. ഡാവോസ് തുടർന്നു, നിന്റെ വീട്ടിൽ ഞാനൊരു പെട്ടി നിറയെ നല്ല സാധനങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് നിന്റെ ഭാര്യയ്ക്ക് കൊടുത്തു. യുവതികൾ ചിരിച്ചു. ഡാവോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സൂര്യോദയത്തിന് കാണാം. ദൃശ്യം പെട്ടെന്ന് മാറുന്നു. കടലിന്റെ ഇരുണ്ട പ്രതലത്തിലൂടെ ഒരു അയറൺ ബോൺ കപ്പൽ കുതിച്ചുപായുന്നു. കപ്പലിൽ യാര ഗ്രേജോയ് തന്റെ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. അവളുടെ ശബ്ദത്തിൽ പകയും പ്രതികാരവും നിറഞ്ഞുനിന്നിരുന്നു. യാര ഉറക്കെ വായിച്ചു, വടക്കുനിന്ന് എല്ലാ അയൺബോൺ മാലിന്യങ്ങളെയും നിങ്ങൾ വീട് എന്ന് വിളിക്കുന്ന ആ കാഷ്ടം പുരണ്ട പാറകളിലേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ അടുത്ത പൗർണമി വരെ സമയം നൽകുന്നു. പൗർണമിയുടെ ആദ്യ രാത്രിയിൽ നമ്മുടെ മണ്ണിൽ അവശേഷിക്കുന്ന ഓരോ ദ്വീപുകാരനെയും ഞാൻ വേട്ടയാടും. വിന്റർഫെല്ലിൽ ഞാൻ കണ്ടെത്തിയ 20 അയൺബോൺ മാലിന്യങ്ങളെ തൊലിയുരിഞ്ഞതുപോലെ നിങ്ങളെയും ജീവനോടെ തൊലിയുരിക്കും. പെട്ടിയിൽ നിങ്ങൾക്കൊരു പ്രത്യേക സമ്മാനം കാണാം, തിയോണിന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടം. ഞാനത് അവനിൽ നിന്നെടുത്തപ്പോൾ അവൻ കരഞ്ഞു. ഇപ്പോൾ തന്നെ വടക്ക് വിട്ടുപോകൂ, അല്ലെങ്കിൽ കൂടുതൽ തിയോണിനെ അടങ്ങിയ കൂടുതൽ പെട്ടികൾ വരും. ഒപ്പ്, റാംസേ സ്നോ, റൂസ് ബോൾട്ടണിന്റെ മകൻ, ലോർഡ് ഓഫ് ദി ഡ്രെഡ്ഫോർട്ട് ആൻഡ് വാർഡൻ ഓഫ് ദി നോർത്ത്. യാരയുടെ ശബ്ദം പശ്ചാത്തലത്തിൽ മുഴങ്ങുമ്പോൾ ഡ്രെഡ്ഫോർട്ടിൽ റാംസേയും മൈരാൻഡായും മൃഗീയമായ വേഴ്ചയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. യാരയുടെ കപ്പൽ ഇരുട്ടിലൂടെ മുന്നോട്ട് നീങ്ങി. അവർ നമ്മുടെ നാട്ടുകാരെ തൊലിയുരിച്ചു. അവർ എന്റെ സഹോദരനെ, നിങ്ങളുടെ രാജകുമാരനെ അംഗഭംഗം വരുത്തി. നിങ്ങളുടെ രാജകുമാരനെ. അവർ അവനോട് ചെയ്തതെല്ലാം നിങ്ങളോടും ചെയ്തിരിക്കുന്നു, യാര സൈനികരോട് പറഞ്ഞു. ഡ്രെഡ്ഫോർട്ടിന്റെ കോട്ടമതിലുകൾക്ക് താഴെ വെള്ളത്തിലൂടെ 3 ചെറിയ വള്ളങ്ങൾ നിശബ്ദമായി അടുത്തു. യാര തുടർന്നു, നമ്മുടെ രാജകുമാരനെ ഉപദ്രവിച്ചിട്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നിടത്തോളം കാലം അയൺബോൺ എന്ന വാക്കിന് യാതൊരു അർത്ഥവുമില്ല. ഡ്രെഡ്ഫോർട്ടിന്റെ മതിലുകളിലേക്ക് കൊളുത്തുകൾ എറിഞ്ഞു പിടിപ്പിച്ചു. കാവൽക്കാരൻ പരിശോധിക്കാൻ വന്നതും അവന്റെ നെറ്റിയിലേക്ക് ഒരു കോടാലി പാഞ്ഞുകയറി. യാരായും സംഘവും മതിലിന് മുകളിലെത്തി. കാവൽക്കാരെ വെട്ടിവീഴ്ത്തി അവർ മുന്നേറി. ഒരു ബോൾട്ടൺ കാവൽക്കാരനെ യാര പിടികൂടി. തിയോൺ ഗ്രേജോയ്, അവൾ അലറി. എനിക്കറിയില്ല, അവൻ വിറച്ചു. ഞാൻ വന്നത് തിയോൺ ഗ്രേജോയ്ക്ക് വേണ്ടിയാണ്. എന്നെ തടവറകളിലേക്ക് കൊണ്ടുപോ, അവൾ ആജ്ഞാപിച്ചു. അവൻ തടവറയിലല്ല, കാവൽക്കാരൻ പറഞ്ഞു. നായ്ക്കളെ പാർപ്പിച്ചിരുന്ന കൂട്ടിലേക്ക് അവർ എത്തി. ഇരുട്ടിൽ നായ്ക്കൾ കുരയ്ക്കാൻ തുടങ്ങി. യാരായും സംഘവും പന്തങ്ങളുമായി താഴേക്കിറങ്ങി. വലതുവശത്തെ അവസാനത്തെ കൂട്, കാവൽക്കാരൻ പറഞ്ഞു. നന്ദി എന്നു പറഞ്ഞ് യാര അവന്റെ കഴുത്തറുത്തു. അവൾ മുന്നോട്ട് നടന്നു. നായ്ക്കളുടെ കുര ഉച്ചത്തിലായി. ഒടുവിൽ അവൾ തിയോണിനെ കണ്ടെത്തി. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഭയചകിതനായി ഒരു മൃഗത്തെപ്പോലെ അവൻ കൂടിന്റെ മൂലയിൽ ചുരുണ്ടുകൂടിയിരുന്നു. യാര കൂട് തുറന്നു. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്, അവൾ പറഞ്ഞു. തിയോൺ ഭയത്തോടെ പിന്നോട്ടു മാറി. ഇത് ഞാനാണ് യാര, അവൾ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തിയോണിന്റെ കണ്ണുകളിൽ ഭ്രാന്തമായ ഭയം നിറഞ്ഞു. നിനക്കെന്നെ പറ്റിക്കാൻ കഴിയില്ല, അവനോട് പറയൂ. നിനക്കെന്നെ പറ്റിക്കാൻ കഴിഞ്ഞില്ലെന്ന് അവനോട് പറയൂ. ഞാൻ നിന്നെ പറ്റിക്കുകയല്ല തിയോൺ, ഞാൻ നിന്നെ രക്ഷിക്കുകയാണ്. യാര അടുത്തുചെന്നു. തിയോൺ അല്ല, എന്റെ പേര് റീക്ക് എന്നാണ്, തിയോൺ അലറി വിളിച്ചു. അപ്പോഴേക്കും കാവൽക്കാർ അവിടേക്ക് ഓടിയെത്തി. അവർ ഇവിടെയുണ്ട്, യാരായുടെ അനുചരൻ വിളിച്ചു പറഞ്ഞു. യാരയും സഹായിയും ചേർന്ന് തിയോണിനെ ബലമായി പിടിച്ചുവലിച്ചു. തിയോൺ കുതറിമാറി. നീ തിയോൺ ഗ്രേജോയാണ്, യാര ഓർമ്മിപ്പിച്ചു. ഞാനാരാണെന്ന് എനിക്കറിയാം. ഞാൻ റീക്കാണ്, വിശ്വസ്തനായ റീക്ക്, അവൻ കരഞ്ഞുകൊണ്ടു പറഞ്ഞു. പെട്ടെന്ന് റാംസേ ഒരു സംഘം കാവൽക്കാരുമായി അവിടേക്ക് കടന്നുവന്നു. നായ്ക്കൾ കുരച്ചുകൊണ്ടേയിരുന്നു. ഇതൊരു മനോഹരമായ സായാഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, റാംസേ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇരുവിഭാഗവും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. റാംസേ കൈയിലെ കഠാരകൾ ഉപയോഗിച്ച് വിദഗ്ധമായി പോരാടി. യാര ഒരു കാവൽക്കാരനുമായി മൽപ്പിടുത്തം നടത്തുമ്പോൾ തിയോൺ ഓടിപ്പോയി തന്റെ കൂട്ടിൽ കയറി ഒളിച്ചു, ഭയന്നു വിറച്ച ഒരു പട്ടിയെപ്പോലെ. ഇത് കണ്ട യാര തകർന്നുപോയി. റാംസേയുടെ സൈനികർ വളഞ്ഞപ്പോൾ യാര കിതച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ സഹോദരനെ എനിക്ക് വിട്ടുതരിക, നിങ്ങളുടെ കൂടുതൽ ആളുകൾ മരിക്കില്ല. റാംസേ പരിഹാസത്തോടെ പറഞ്ഞു, അവനുണ്ടായിരുന്നതിനേക്കാൾ വലിയ ധൈര്യം നിനക്കുണ്ട്. പക്ഷേ അവനൊരു വലിയ താക്കോൽ എടുത്തു കാണിച്ചു. നിനക്കെത്ര വേഗത്തിൽ ഓടാൻ കഴിയും?
റാംസേ കൂട് തുറന്ന് നായ്ക്കളെ അഴിച്ചുവിട്ടു. നിവൃത്തിയില്ലാതെ യാരായും ബാക്കിയുള്ളവരും വള്ളങ്ങളിലേക്ക് ഓടി. വള്ളത്തിൽ കയറിയപ്പോൾ ഒരാൾ ചോദിച്ചു, പക്ഷേ നിങ്ങളുടെ സഹോദരൻ? യാര വേദനയോടെ എന്നാൽ കടുത്ത തീരുമാനത്തോടെ പറഞ്ഞു, എന്റെ സഹോദരൻ മരിച്ചു. പിറ്റേന്ന് രാവിലെ ഡ്രെഡ്ഫോർട്ടിൽ റാംസേ ഒരു ടബ്ബിൽ കുളിക്കുകയായിരുന്നു. തിയോൺ പിന്നിൽ ഭയഭക്തി ബഹുമാനങ്ങളോടെ നിന്നു. നിനക്കൊരു സമ്മാനമുണ്ട്. ഒരു പാരിതോഷികം, റാംസേ പറഞ്ഞു. പാരിതോഷികമോ? തിയോൺ ചോദിച്ചു. അതെ റീക്ക്. രാത്രിയിൽ വന്ന ആ ജീവികൾ, അവർ നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. നീ അവരെ അനുവദിച്ചില്ല. നീ വിശ്വസ്തനായി തുടർന്നു, റാംസേ പറഞ്ഞു. തിയോൺ വിക്കിക്കൊണ്ട് പറഞ്ഞു, അവർ എന്നെ കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമായിരുന്നില്ല. എനിക്ക് പേടിയായിരുന്നു. ആ മുഷിഞ്ഞ തുണികൾ മാറ്റൂ. തിയോൺ ഷർട്ട് ഊരി. അവന്റെ ശരീരം മുഴുവൻ പീഡനങ്ങളുടെയും മുറിവുകളുടെയും പാടുകളായിരുന്നു. ആ പാൻസും റീക്ക്, അതും ഊരിമാറ്റൂ, റാംസേ ആജ്ഞാപിച്ചു. തിയോൺ പാൻസ് ഊരിമാറ്റി വിറച്ചുകൊണ്ട് ടബ്ബിലേക്ക് കയറി. റാംസേ സ്പോഞ്ചെടുത്ത് തിയോണിനെ കഴുകാൻ തുടങ്ങി. അവന്റെ സ്പർശനത്തിൽ തിയൻ ഭയന്നു വിറച്ചു. നിനക്കെന്നെ സ്നേഹമാണോ റീക്ക്? റാംസേ ചോദിച്ചു. അതെ, തീർച്ചയായും മൈ ലോർഡ്, തിയോൺ പറഞ്ഞു. നല്ലത്. കാരണം എനിക്ക് നീയൊരു കാര്യം ചെയ്തു തരണം. വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഒരു കോട്ടയുണ്ട്. ചില ചീത്ത മനുഷ്യർ ആ കോട്ട കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ആ കോട്ട തിരിച്ചുപിടിക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം. പക്ഷേ എങ്ങനെ? നീ ഒരു വേഷം അഭിനയിക്കണം. നീ അല്ലാത്ത ഒരാളായി അഭിനയിക്കണം. ആരായി അഭിനയിക്കണം? തിയോൺ ചോദിച്ചു. റാംസയുടെ കണ്ണുകളിൽ ക്രൂരമായ തിളക്കം വന്നു. തിയോൺ ഗ്രേ ജോയ്. ദൃശ്യം മേരീനിലേക്ക് മാറുന്നു. നഗരത്തിനു പുറത്തുള്ള കുന്നിൻ ചെരുവിൽ ഒരു ആട്ടിടയനും മകനും ആടുകളെ മേയ്ക്കുകയായിരുന്നു. പെട്ടെന്നൊരു വലിയ നിഴൽ വീണു. ഡ്രോഗോൺ എന്ന ഭീമാകാരനായ ഡ്രാഗൺ ആകാശത്തൂടെ പറന്നുവന്നു. അവൻ തീ തുപ്പുകയും ഒരു ആടിനെ റാഞ്ചിയെടുത്ത് പറന്നുപോകുകയും ചെയ്തു. മീരീനിലെ രാജകൊട്ടാരത്തിൽ ഡെനേരിസ് ടാർഗാരിയൻ സിംഹാസനത്തിലിരുന്നു. ചുറ്റും ജോറ, ബാരിസ്റ്റാൻ സെൽമി, മിസാൻഡെയ്, ഗ്രേ വേം എന്നിവർ ഉണ്ടായിരുന്നു. യു സ്റ്റാൻഡ് ബിഫോർ ഡെനേരീസ് സ്റ്റോംബോൺ. ഡെനേരീസ് ആട്ടിടയനോട് സംസാരിച്ചു തുടങ്ങി. ഭയപ്പെടേണ്ട എന്റെ സുഹൃത്തെ, മിസാൻഡെയ് പരിഭാഷപ്പെടുത്തി. രാജ്ഞി പറയുന്നു നിങ്ങൾക്ക് അടുത്തുവന്ന് സംസാരിക്കാമെന്ന്. ആട്ടിടയൻ വിറച്ചുകൊണ്ട് മുന്നോട്ടു വന്നു. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പൊതി തുറന്ന് കരിഞ്ഞ ആടിന്റെ അവശിഷ്ടങ്ങൾ കാണിച്ചു. അത് നിങ്ങളുടെ ഡ്രാഗണുകളായിരുന്നു, മിസാൻഡെയ് പരിഭാഷപ്പെടുത്തി. അവർ ഇന്ന് രാവിലെ അവന്റെ ആട്ടിൻകൂട്ടത്തിനു നേരെ വന്നു. ആട്ടിടയൻ കരഞ്ഞുകൊണ്ട് സംസാരിച്ചു. അവൻ അങ്ങയെ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഈ മനുഷ്യനോട് പറയൂ, അവന്റെ കഷ്ടപ്പാടിൽ എനിക്ക് ഖേദമുണ്ട്. അവയുടെ മൂല്യത്തിന്റെ 3 ഇരട്ടി ഞാൻ നൽകാം. ആട്ടിടയൻ സന്തോഷത്തോടെ നന്ദി പറഞ്ഞുപോയി. ഡെനേരീസിന് ആശ്വാസമായി. അടുത്തയാളെ വിടൂ, അവൾ പറഞ്ഞു. ഹിസ്ദാർ സോ ലോറാക് എന്ന പ്രഭു കടന്നുവന്നു. ക്വീൻ ഡെനേരീസ്, അങ്ങയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള കഥകൾ ഒട്ടും അതിശയോക്തിയായിരുന്നില്ല, അയാൾ പറഞ്ഞു. സംഭാഷണം പെട്ടെന്ന് ഗൗരവതരമായി. ഹിസ്ദാർ പറഞ്ഞു, എന്റെ പിതാവ് മീരീനിലെ ഏറ്റവും ആദരണീയനായ പൗരന്മാരിൽ ഒരാളായിരുന്നു. ഈ പിരമിഡ് ഉൾപ്പെടെയുള്ള നഗരത്തിലെ വലിയ നിർമ്മിതികൾ അദ്ദേഹമാണ് നോക്കി നടത്തിയത്. അതിന് അദ്ദേഹത്തോട് എനിക്ക് നന്ദിയുണ്ട്, ഡെനേരീസ് പറഞ്ഞു. അങ്ങേക്ക് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, യോർ ഗ്രേസ്. അങ്ങ് അദ്ദേഹത്തെ ക്രൂശിച്ചു. ഹിസ്ദാറിന്റെ വാക്കുകൾ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. നിങ്ങളുടെ പിതാവ് നിരപരാധികളായ കുട്ടികളെ ക്രൂശിച്ചു, ഡെനേരീസ് തറപ്പിച്ചു പറഞ്ഞു. എന്റെ പിതാവ് അതിനെ എതിർത്തിരുന്നു, ഹിസ്ദാർ വാദിച്ചു. ഒരു കുറ്റകൃത്യത്തിന് മറ്റൊരു കുറ്റകൃത്യം കൊണ്ട് മറുപടി നൽകുന്നത് നീതിയാണോ? ഡെനേരീസ് പറഞ്ഞു, നിങ്ങൾക്ക് അച്ഛനില്ലാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. പക്ഷേ യജമാനന്മാരോടുള്ള എന്റെ പെരുമാറ്റം ഒരു കുറ്റകൃത്യമായിരുന്നില്ല. ഹിസ്ദാർ മുട്ടുകുത്തി അപേക്ഷിച്ചു. കഴിയുന്നതെല്ലാം കഴിഞ്ഞു. ഞാൻ മരിച്ചവരെ അടക്കം ചെയ്യാനുള്ള അവകാശത്തിനു വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്. എന്റെ പിതാവിനെ മാന്യമായി സംസ്കരിക്കാൻ എന്നെ അനുവദിക്കൂ. ഡെനേരീസ് അല്പനേരം ആലോചിച്ചു. നിങ്ങളുടെ പിതാവിനെ സംസ്കരിച്ചോളൂ, ഹിസ്ദാർ സോ ലോറാക്. ഹിസ്ദാർ നന്ദി പറഞ്ഞുപോയി. ഡെനേരീസ് ക്ഷീണിതയായി കാണപ്പെട്ടു. ഇനി എത്ര പേരുണ്ട്? 212 അപേക്ഷകർ കൂടി കാത്തിരിക്കുന്നു, യോർ ഗ്രേസ്, മിസാൻഡെയ് പറഞ്ഞു. ഡെനേരീസ് നെടുവീർപ്പിട്ടു. ഭരണമെന്നത് കീഴടക്കലിനേക്കാൾ പ്രയാസമാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. കിങ്സ് ലാൻഡിംഗിലെ സ്മോൾ കൗൺസിൽ മുറിയിൽ ടൈവിൻ ലാനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നു. ഓബറിൻ മാർട്ടൽ, മേസ് ടൈറൽ, സെർസി, വാരീസ്, പൈസൽ എന്നിവർ സന്നിഹിതരാണ്. ഡെനേരീസിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ചർച്ചാവിഷയം. ഡെനേരീസ് മീരീൻ കീഴടക്കി അവിടെ രാജ്ഞിയായി ഭരിക്കുന്നു, വാരീസ് അറിയിച്ചു. എന്തുവെച്ചാണ് കീഴടക്കിയത്? സെർസി പുച്ഛത്തോടെ ചോദിച്ചു. അവൾക്ക് അൺസലീഡിന്റെ ഒരു സൈന്യമുണ്ട്. സെക്കൻഡ് സൺസ് എന്ന കൂലിപ്പടയാളികളുണ്ട്. 2 പരിചയസമ്പന്നരായ പോരാളികൾ, ജോറ മോർമണ്ട്, ബറിസ്താൻ സെൽമി എന്നിവർ ഉപദേശകരായുണ്ട്.
പിന്നെ അവൾക്ക് 3 ഡ്രാഗണുകളുണ്ട്, വാരിസ് വിവരിച്ചു. കുട്ടി ഡ്രാഗണുകൾ. സെർസി അതിനെ തള്ളിക്കളഞ്ഞു. ഓരോ വർഷവും വലുതായിക്കൊണ്ടിരിക്കുന്ന ഡ്രാഗണുകൾ, വാരീസ് ഓർമ്മിപ്പിച്ചു. ടൈവിൻ ഗൗരവത്തോടെ പറഞ്ഞു, ഡ്രാഗണുകൾ കഴിഞ്ഞ 300 വർഷമായി ഒരു യുദ്ധവും ജയിച്ചിട്ടില്ല. സൈന്യങ്ങളാണ് ജയിക്കുന്നത്. അവളെ നേരിടേണ്ടിവരും. യോഗത്തിനു ശേഷം ഓബറിനും വാരീസും അയറൺ ത്രോണിനു മുന്നിൽ വെച്ച് സംസാരിച്ചു. ഓബറിൻ വാരീസിന്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചോദിച്ചു. എല്ലാവർക്കും എന്തിനെങ്കിലുമൊക്കെ താൽപ്പര്യമുണ്ടാകും, ഓബറിൻ പറഞ്ഞു. വാരീസ് സിംഹാസനത്തിലേക്ക് നോക്കി പറഞ്ഞു, ആഗ്രഹം ആളുകളോട് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണുമ്പോൾ എനിക്കതിലൊന്നും പങ്കില്ലാത്തതിൽ സന്തോഷമുണ്ട്. ആഗ്രഹത്തിന്റെ അഭാവം ഒരാളെ മറ്റു കാര്യങ്ങൾ പിന്തുടരാൻ സ്വതന്ത്രനാക്കുന്നു. അതേസമയം ജയിലിൽ ജെയ്മെ തന്റെ സഹോദരൻ ടിരിയനെ കാണാനെത്തി. ഊഹിക്കട്ടെ, എനിക്ക് മാപ്പ് ലഭിച്ചു, ടിരിയൻ ചോദിച്ചു. ജെയ്മെ തലയാട്ടി. കാവൽക്കാർ ടിരിയനെ വിലങ്ങണിയിച്ചു. ശരിക്കും? ടിരിയൻ അത്ഭുതപ്പെട്ടു. അച്ഛന്റെ ഉത്തരവാണ്, ജൈമ പറഞ്ഞു. അയൺ ത്രോൺ റൂമിൽ വിചാരണയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ജനക്കൂട്ടത്തിനു നടുവിലൂടെ ടിരിയനെ നടത്തിക്കൊണ്ടുവന്നു. ടോമൻ സിംഹാസനത്തിലിരുന്നു. ടൈവിൻ തന്റെ സ്ഥാനത്തിരുന്നു. ടോമൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ടോമൻ. ഈ വിചാരണയിൽ നിന്ന് സ്വയം മാറി നിൽക്കുന്നു. ടൈവിൻ ലാനിസ്റ്റർ എന്റെ പകരക്കാരനായി വിധി പറയും. ടോമൻ അവിടെ നിന്നും പോയി. ടൈവിൻ വിചാരണ തുടങ്ങി. ടിരിയൻ ഓഫ് ഹൗസ് ലാനിസ്റ്റർ, കിങ് ജോഫ്രിയെ കൊലപ്പെടുത്തിയതിന് നിങ്ങൾ കുറ്റാരോപിതനാണ്. നിങ്ങളത് ചെയ്തോ? ഇല്ല, ടിരിയൻ പറഞ്ഞു. തുടർന്ന് സാക്ഷികളുടെ ഘോഷയാത്രയായിരുന്നു. മെരിൻ ട്രാൻഡ്, പൈസൽ, സെർസി എന്നിവർ നുണകളും അർദ്ധസത്യങ്ങളും നിരത്തി ടിരിയനെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചു. സെർസി കള്ളക്കണ്ണീരൊഴുക്കി. വാരീസ് പോലും ടിരിയനെതിരെ സാക്ഷി പറഞ്ഞു. വിചാരണയുടെ ഇടവേളയിൽ ടൈവിനിന്റെ മുറിയിൽ വെച്ച് ജൈമെ അച്ഛനെ നേരിട്ടു. സ്വന്തം മകനെ മരണത്തിന് വിട്ടുകൊടുക്കുമോ? ജൈമെ ചോദിച്ചു. ഞാൻ ആരെയും ശിക്ഷിച്ചിട്ടില്ല. വിചാരണ അവസാനിച്ചിട്ടില്ല, ടൈവിൻ നിർവികാരനായി പറഞ്ഞു. ജൈമെ ഒരു ഉപാധി വെച്ചു. ടിരിയനെ ജീവിക്കാൻ അനുവദിച്ചാൽ ഞാൻ കിങ്സ്ഗാർഡ് സ്ഥാനം ഉപേക്ഷിക്കാം. കാസ്റ്റർലി റോക്കിലെ അവകാശിയായി ഞാൻ അങ്ങയുടെ മകനായി സ്ഥാനമേറ്റെടുക്കാം. ടൈവിൻ അത് സമ്മതിച്ചു. അവനെ നൈറ്റ്സ് വാച്ചിലേക്ക് അയക്കാം. വിചാരണ പുനരാരംഭിച്ചു. ജൈമെ രഹസ്യമായി ടിരിയനോട് പറഞ്ഞു, നീ കുറ്റസമ്മതം നടത്തണം. അച്ഛൻ നിന്നെ നൈറ്റ്സ് വാച്ചിലേക്ക് അയക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ടിരിയന് അതൊരു ആശ്വാസമായി. എന്നാൽ അടുത്ത സാക്ഷിയുടെ പേര് വിളിച്ചപ്പോൾ എല്ലാം മാറിമറിഞ്ഞു. ടിരിയൻ ഞെട്ടിത്തരിച്ചുപോയി. ഷേ സാക്ഷിക്കൂട്ടിലേക്ക് വന്നു. അവൾ ടിരിയനെ നോക്കാൻ കൂട്ടാക്കിയില്ല. എനിക്കറിയാം അവൻ കുറ്റക്കാരനാണെന്ന് ഷേ പറഞ്ഞു. അവനും സൻസായും ചേർന്നാണ് അത് ആസൂത്രണം ചെയ്തത്. ജനക്കൂട്ടം ഇളകിമറിഞ്ഞു. ഷേ തന്റെ നുണകൾ തുടർന്നു. ഞാൻ വെറും വേലക്കാരിയായിരുന്നില്ല, ഞാൻ അവന്റെ വേശ്യയായിരുന്നു. സഭയിൽ ചിരി ഉയർന്നു. ടിരിയന്റെ ഹൃദയം നുറുങ്ങി. ഷേ അവരുടെ സ്വകാര്യ നിമിഷങ്ങളെ പരസ്യമായി വിളിച്ചു പറഞ്ഞ് അവനെ അപമാനിച്ചു. ഷേ, ദയവായി അരുത്, ടിരിയൻ അപേക്ഷിച്ചു. പക്ഷേ അവൾ നിർത്തിയില്ല. സൻസയ്ക്ക് വേണ്ടി കിങ് ജോഫ്രിയെ കൊല്ലാമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. ടിരിയനിന്റെ ഉള്ളിലെ വേദന കോപമായി മാറി. അവൻ ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു. അച്ഛാ, എനിക്ക് കുറ്റസമ്മതം നടത്തണം, ടിരിയൻ പറഞ്ഞു. നിങ്ങൾ രാജാവിനെ വിഷം കൊടുത്തു കൊന്നുവെന്ന് സമ്മതിക്കുന്നുണ്ടോ? ടൈവിൻ ചോദിച്ചു. ടിരിയൻ അലറി, ഇല്ല, അതിൽ ഞാൻ നിരപരാധിയാണ്. ഞാൻ അതിലും വലിയൊരു കുറ്റമാണ് ചെയ്തത്. ഒരു കുള്ളനായി ജനിച്ചു എന്നതാണ് എന്റെ കുറ്റം. കുള്ളനായതിനല്ല നിങ്ങളെ വിചാരണ ചെയ്യുന്നത്, ടൈവിൻ പറഞ്ഞു. അതെ, അതിനാണ്. എന്റെ ജീവിതം മുഴുവൻ ഞാൻ അതിനാണ് വിചാരണ ചെയ്യപ്പെട്ടത്, ടിരിയൻ തിരിച്ചടിച്ചു. അവൻ സദസ്സിനെ നോക്കി അലറി. ഞാനത് ചെയ്തില്ല. ഞാൻ ജോഫ്രിയെ കൊന്നില്ല. പക്ഷെ കൊന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആ നീചനായ ജാരസന്തതി മരിക്കുന്നത് കണ്ടപ്പോൾ 1000 നുണ പറയുന്ന വേശ്യകളുടെ കൂടെ കിടക്കുന്ന സുഖം എനിക്ക് കിട്ടി. ജനക്കൂട്ടം ബഹളം വെച്ചു. ഞാൻ നിങ്ങൾ കരുതുന്ന ആ രാക്ഷസനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും കൊല്ലാനുള്ള വിഷം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളത് വിഴുങ്ങുന്നത് കാണാൻ ഞാൻ എന്റെ ജീവൻ തന്നെ നൽകുമായിരുന്നു. ടൈവിൻ കൽപ്പിച്ചു, ഇവനെ സെല്ലിലേക്ക് കൊണ്ടുപോകൂ. ടിരിയൻ അച്ഛന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ജോഫ്രിയുടെ കൊലപാതകത്തിന് ഞാൻ എന്റെ ജീവൻ നൽകില്ല. ഇവിടെ എനിക്ക് നീതി ലഭിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ വിധി ദൈവങ്ങൾ തീരുമാനിക്കട്ടെ. I demand a trial by combat.
യുദ്ധത്തിലൂടെയുള്ള വിചാരണ ഞാൻ ആവശ്യപ്പെടുന്നു. ആ വാക്കുകൾ രാജസദസ്സിൽ ഒരു ഇടിമുഴക്കം പോലെ പ്രതിധ്വനിച്ചു. ടിരിയനിന്റെ കണ്ണുകളിൽ തീ എരിയുന്നുണ്ടായിരുന്നു. ടൈവിൻ ലാനിസ്റ്ററിന്റെ മുഖം കടുത്തു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.